11ാമത് ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശകലനം ചെയ്തത്. നമ്മൾ മനസ്സിലാക്കുന്നത് ദുര്യോധനൻ്റെ ഉള്ളിൽ ഒരു ഭയം എങ്ങനെ ഉടലെടുക്കുന്നു എന്നതാണ്. ഏതായാലും ഈ ദുര്യോധനൻ ദ്രോണാചാര്യരുമായി സംസാരിക്കുന്നത് ഭീഷ്മർ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഭീഷ്മരാണ് ആ സേനയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടയാൾ. ആദ്യത്തെ ഘട്ടത്തിൽ കൗരവ പടയുടെ സേനാനായകനായി മുന്നിൽ നിന്ന് സേനയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഭീഷ്മരാണ്. അപ്പം ഭീഷ്മർക്ക് മനസ്സിലായി ദുര്യോധനൻ്റെ ആ ശരീരഭാഷയും സംസാരത്തിൻ്റെ ആ ഭാവങ്ങളുമെല്ലാം ദൂരെ നിന്ന് വീക്ഷിച്ച ഭീഷ്മർക്ക് മനസ്സിലായി ദുര്യോധനെ ഇങ്ങനെ വിട്ടാൽ ദ്രോണാചാര്യരെ കൂടുതൽ കൊണ്ട് കുഴപ്പത്തിലാക്കും. കാര്യം ഈ ഉൾഭയം കലർന്ന സംസാരം പറഞ്ഞ് ദ്രോണാചാര്യരെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ യുദ്ധത്തെ വല്ലാതെ ബാധിക്കും. ഇനി ദുര്യോധനനെ ദ്രോണാചാര്യരുമായി ഇങ്ങനെ സംസാരിക്കാൻ വിടുന്നത് ശരിയായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭീഷ്മാചാര്യൻ ഉടൻ തന്നെ തൻ്റെ ശംഖെടുത്ത് ശംഖനാദം മുഴക്കുന്നതാണ് അടുത്ത ശ്ലോകം. 12ാമത്തെ ശ്ലോകം അതാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് കേൾക്കാം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദൗ വിനദ്യോച്ഛൈഃ ശംഖൻ ദദ്മൗ പ്രതാപവാൻ. അങ്ങനെ ദുര്യോധനൻ്റെ ആ ഉൾഭയം ഒന്ന് മാറിക്കോട്ടെ, സന്തോഷമായിക്കൊള്ളട്ടെ എന്നും കൂടെ കരുതിയാണ് ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖെടുത്ത് ഉച്ചത്തിൽ മുഴക്കിയത്. അതിനെ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നതാണല്ലോ ഇത്. അപ്പം അതിനെ സഞ്ജയൻ വിശേഷിപ്പിച്ചത് സിംഹനാദം പോലെ എന്നാണ്. സിംഹനാദം പോലെ ആ ശംഖെടുത്തൂതി. ഭീഷ്മപിതാമഹൻ്റെ ഈ ശംഖൊലി കേട്ടതോടുകൂടി ദുര്യോധനൻ പറയുന്നത് കേട്ടുകൊണ്ട് നിന്ന ദ്രോണാചാര്യർ പെട്ടെന്ന് യുദ്ധസന്നാഹത്തിലേക്ക് തൻ്റെ മനസ്സിനെ തിരിച്ചു പിടിച്ചിട്ട് ഇനി ഇതിങ്ങനെ ദുര്യോധനൻ പറയുന്നത് ഇങ്ങനെ കൂടുതൽ കേട്ടുകൊണ്ട് നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഈ അവസരം ഒട്ടും പാഴാക്കിയില്ല. ദ്രോണാചാര്യർ തൻ്റെ ശംഖെടുത്ത് ഉച്ചത്തിൽ മുഴക്കി. 13ാമത്തെ ശ്ലോകം അതാണ് പറയുന്നത്. നമുക്ക് ആ 13ാമത്തെ ശ്ലോകം ഒന്ന് കേൾക്കാം. തദശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. അതോടുകൂടി യുദ്ധമുഖം ഉണർന്നു കഴിഞ്ഞു. വാദ്യഘോഷങ്ങൾ, പെരുമ്പറകൾ, ആകാശം മുട്ടെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ശബ്ദഘോഷം മുഴക്കി. എങ്ങും ആ ശബ്ദഘോഷം 4 ദിക്കിലും പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെയൊരു വലിയ ശബ്ദഘോഷം മുഴങ്ങവെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗത്തിലേക്ക് ഭഗവത്ഗീത അതിൻ്റെ ദർശനം നമുക്ക് നൽകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാവുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തേരാളിയായിരിക്കുന്ന ആ വലിയ രഥം, വെളുത്ത കുതിരകളെ പൂട്ടിയ ആ വലിയ രഥം, ആ രഥത്തിൽ വില്ലാളി വീരനായ അർജുനൻ. അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മളവിടെ കാണുന്നത്. നോക്കൂ, ഭഗവാനെയും അർജുനനെയും ആദ്യമായി ഭഗവത്ഗീതയിൽ അവതരിപ്പിക്കുന്നത് ഈ ശ്ലോകത്തോടു കൂടിയാണ്. അതായത് 14ാമത്തെ ശ്ലോകം.
തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതുഃ. 14-ാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർജുനനും ഭഗവാനും തങ്ങളുടെ ശ്രേഷ്ഠങ്ങളായ ശംഖുകളെ ഊതി എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗം, അതിൽ ഭഗവാനെ വിശേഷിപ്പിക്കുന്ന പേര് മാധവ എന്നാണ്. മാധവഹ എന്നാണ് അതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. എന്താണ് ആ മാധവ എന്നുള്ള പേര് തന്നെ ഉപയോഗിക്കാൻ കാരണമെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, മാധവൻ ലക്ഷ്മിയുടെ ഭർത്താവ്, അതായത് ഭഗവാനെ ലക്ഷ്മിയുടെ ഭർത്താവ് എന്ന വിശേഷണം കൊണ്ട് ഇവിടെ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും എല്ലാം ദേവിയായ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് എന്നാണ്. അതായത് ഭഗവാനുള്ളിടത്തേ ഉള്ളൂ സമ്പത്തും ഐശ്വര്യവും. ഇത് ആ യുദ്ധത്തിൽ ആര് ജയിക്കാൻ സാധ്യത എന്ന് മുൻകൂട്ടി ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത 15-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാനും അർജുനനും തങ്ങളുടെ ശംഖ് മുഴക്കുന്നു എന്നുള്ളത്. ആ ശംഖുകളുടെ പേര് പറഞ്ഞുകൊണ്ട്, പാഞ്ചജന്യം, ഭഗവാന്റെ ശംഖിൻ്റെ പേര് പാഞ്ചജന്യം, അർജുനൻ്റെ ശംഖിൻ്റെ പേര് ദേവദത്തം, കൂടാതെ പൗണ്ട്രം, ഭീമൻ്റെയും മഹാശംഖിനെ അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്, പൗണ്ട്രം. ഇത്തരത്തിൽ പ്രമുഖരായ ആ 3 പേർ പാണ്ഡവപക്ഷത്ത് യുദ്ധം നയിക്കുകയും എന്നാൽ പാണ്ഡവപക്ഷത്തിൻ്റെ വിജയത്തിന് സാക്ഷികളാകുന്നവർ, പാണ്ഡവപക്ഷത്തിൻ്റെ വിജയത്തിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലും തുടക്കത്തിൽ പറയുന്ന ഈ 3 പേര്, ഭഗവാൻ കൂടാതെ അർജുനനും ഭീമനും, ഇതാണ് ആ യുദ്ധ സന്നാഹത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. 15-ാമത്തെ ശ്ലോകം നമുക്കിനി കേൾക്കാം. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തൻ ധനഞ്ജയ പൗണ്ഡ്രൻ ദത്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ. ഇനി 16 മുതൽ 20 വരെ ഉള്ള ശ്ലോകങ്ങളിൽ എടുത്തു പറയുന്നത് ആരൊക്കെ യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് യുദ്ധഭേരി മുഴക്കുന്നതിന് മുന്നോടിയായി അവരവരുടെ ശംഖുകളെ മുഴക്കി എന്നുള്ളതാണ് ഇനി പറയുന്നത്. ജ്യേഷ്ഠ സഹോദരൻ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന തൻ്റെ ശംഖ് മുഴക്കി, നകുലൻ സുഘോഷം എന്ന തൻ്റെ ശംഖിനെ മുഴക്കി, സഹദേവൻ മണിപുഷ്പകം എന്ന തൻ്റെ ശംഖിനെ മുഴക്കി. അങ്ങനെ തുടർച്ചയായി മറ്റുള്ള, അതായത് വില്ലാളി വീരനായ കാശി രാജാവ്, മഹാരഥനായ ശിഖണ്ഡി, പിന്നെ ദൃഷ്ടദ്യുമ്നൻ വിരാട രാജാവ്, സാത്യകി ദ്രുപദ രാജാവ്, പാഞ്ചാലിയുടെ മക്കൾ, പിന്നെ അഭിമന്യു, അങ്ങനെ ഓരോ ഭാഗത്തു നിന്നായി ഓരോരോ ശംഖനാദങ്ങൾ മുഴങ്ങാൻ തുടങ്ങി എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളിനി അടുത്ത 19-20 ശ്ലോകങ്ങളോടുകൂടി സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്ന ആ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത 19-ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോഴേക്കും ഇരമ്പി മുഴങ്ങുന്ന ആ ശംഖധ്വനി ആകാശത്തെയും ഭൂമിയെയും മാറ്റൊലിക്കൊള്ളിച്ചു.
അത് ധൃതരാഷ്ട്രരുടെ മക്കളുടെ ഹൃദയം പിളർന്നു എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് 16 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 16 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹ ദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദദ്മുഃ പൃഥക് പൃഥക് സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. ഭഗവത്ഗീത 1-ാം അധ്യായത്തിലെ 19 ശ്ലോകങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്തത്. അടുത്ത ശ്ലോകമാണ് ഭഗവത്ഗീതയ്ക്ക് കാരണമാകാൻ പോകുന്ന ശ്ലോകം. അത് അടുത്ത ദിവസം നമുക്ക് ആ ശ്ലോകത്തെക്കുറിച്ച് വിശകലനം ചെയ്യാം. ഗുരുഭ്യോ നമഃ.